സമയം എടുക്കുന്നില്ല. അഡീഷൻ ചോദിച്ചാൽ നിങ്ങൾ തരില്ല. സർ 8/6/23 109/23 പൊതുഭരണ ഉത്തരവ് പ്രകാരം സർ സംവരണേതര വിഭാഗത്തിൽപ്പെട്ട EWS സംവരണത്തിനായുള്ള പട്ടികയിലെ 163 ക്രമ നമ്പറിൽ പറഞ്ഞ ക്രിസ്ത്യൻ വിഭാഗത്തിലെ സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാക്കി മാറ്റുകയുണ്ടായി. സർ നേരത്തെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ ഇത് RC എന്നോ RC/SC എന്നോ ആണ് രേഖപ്പെടുത്തിയിരുന്നത്. സർ ഇത് ഈ മാറ്റം കൊണ്ട് RC എന്നുള്ളത് RC/SC എന്നുള്ളത് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാക്കി മാറ്റിയത് കൊണ്ട് സംസ്ഥാനത്തെയും രാജ്യത്തെയും പൊതുപ്രവേശന പരീക്ഷയിൽ മുഴുവൻ സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന പേരിൽ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് മുഴുവൻ കുട്ടികളും ഇതിന്റെ പ്രയാസങ്ങൾ നേരിടുക. പല കുട്ടികൾക്കും അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. സർ അതുകൊണ്ട് പൊതുപ്രവേശന പരീക്ഷ നടത്തിയ വിഭാഗത്തിന് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന പേര് ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം കൊടുക്കണം. സർ വില്ലേജ് ഓഫീസറുടെ സർ വില്ലേജ് ഓഫീസറുടെ 1 and same സർട്ടിഫിക്കറ്റ് മതി എന്ന് ചിലർ പറയും. സർ അതിന് ഈ കുട്ടികളെ കടന്ന് കറങ്ങണം. സർ അതുകൊണ്ട് അത് ഒഴിവാക്കി ഇതിനാവശ്യമുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഉണ്ടാവണം എന്നുള്ളതാണ്. സർ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാന കമ്മീഷൻ സംവരണേതര വിഭാഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ 163 ക്രമ നമ്പറായിട്ടുണ്ടായിരുന്ന സിറിയൻ കാത്തലിക് സീറോ മലബാർ കാത്തലിക് എന്ന പേരിന് പകരം സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സീറോ മലബാർ ആർച്ച് ബിഷപ്പ് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. പ്രസ്തുത നിവേദനത്തിന്മേൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുഭരണ വകുപ്പ് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാക്കി മാറ്റം വരുത്തിയിട്ടുള്ളത്. അതേസമയം പ്രവേശന പരീക്ഷാ കമ്മീഷണർ വിവിധ കോഴ്സുകൾക്കായി ക്ഷണിക്കുന്ന ഓൺലൈൻ അപേക്ഷകളിൽ സംവരണേതര വിഭാഗങ്ങളെ ജനറൽ എന്നോ ബാധകമെങ്കിൽ EWS എന്നോ